ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രാജീവിന്റെ സുഹൃത്ത് വണ്ടിയിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം സുധീഷിന്റെ ഒപ്പം വണ്ടിയിൽ യാത്ര ചെയ്യുകയാണ് രാജീവ്. ടെൻഷനോടുകൂടി സുധീഷ് ചോദിക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു, സുഖമാണോ? രാജീവ് ദേഷ്യത്തോടുകൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, സുഖമാണോ എന്നല്ല ചോദിച്ചുള്ളൂ, അതിനിങ്ങനെ നോക്കി പഠിപ്പിക്കുന്നത് എന്തിനാ? രാജീവ് പറയുകയാണ്, വാ ഇടയ്ക്കട തെമ്മാടി. അപ്പോൾ സുധീഷ് പറയുകയാണ്, അങ്ങനെ പറയരുത്, ഞാൻ അങ്ങനെ ഒരാളല്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഞാൻ ഡ്രൈവറായിട്ട് വന്ന നിങ്ങളുടെ ഫ്രണ്ട് കല്യാണ സുന്ദര സാറ് എത്ര സ്നേഹത്തോടെയാണ് അദ്ദേഹം എന്നോട് സംസാരിക്കുന്നതെന്നറിയോ? വലിയ വലിയ കമ്പനി കാര്യങ്ങൾ വരെ ഞാൻ കേൾക്കെ ഡിസ്കസ് ചെയ്യാൻ ഒരു മടിയും കാണിക്കാത്തതെന്താ? എന്നിലുള്ള വിശ്വാസം. ഇത് കേട്ട് രാജീവ് പൂജത്തോടു കൂടി ഇരിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അതാ ഞാൻ പറഞ്ഞത്, ഞാൻ അത്ര മോശം ആളൊന്നും അല്ലാന്ന്. രാജീവ് പറയുന്നു, നിർത്തടാ, എട്ടും പൊട്ടും തിരിയാത്ത ഒരു പാവം പെൺകുട്ടിയെ ഓരോന്ന് പറഞ്ഞ് മയക്കി എടുത്തിട്ട് നീ എന്നോട് സംസാരിക്കാൻ വരുന്നു. ചിരിച്ചുകൊണ്ട് സുധീഷ് പറയുകയാണ്, നിങ്ങൾ 21 വർഷം വളർത്തി വലുതാക്കിയ കുട്ടിയെ ഞാൻ 2 ഡയലോഗ് അടിക്കുമ്പോൾ മയങ്ങി വീഴാൻ നിങ്ങളുടെ മകൾ എന്താ അത്രയ്ക്ക് വീക്കാ? രാജീവ് പറയുന്നു, നീ ഒന്ന് മിണ്ടാതിരിക്കോ, ഒരു നല്ല കാര്യത്തിന് വേണ്ടി വന്നതാ, നിന്റെ മുഖം കാണേണ്ടി വന്നു. എന്ത് കണ്ടിട്ടാടാ അവള് നിന്റെ കൂടെ വന്നത്? സുധീഷ് പറയുകയാണ്, അവൾ എന്റെ കൂടെ വന്നത് എന്റെ പേഴ്സണാലിറ്റി കണ്ട്, എന്റെ സൗന്ദര്യം കണ്ട്, എന്റെ കോമൺ സെൻസ് കണ്ട്. ഞാൻ ഡ്രൈവ് ചെയ്യുന്നില്ലേ, ഈ സ്റ്റൈലായിട്ടുള്ള ഡ്രൈവിംഗ് കണ്ട്. തലയിൽ കൈവച്ച് രാജീവ് പറയുകയാണ്, ഇതെല്ലാം കേൾക്കണമെന്നുള്ളത് എന്റെ തലവിധിയാ. സുധീഷ് പറയുകയാണ്, ഇതിനെല്ലാം അപ്പുറം നിങ്ങളെക്കാട്ടിലും നന്നായി ഞാൻ അവളെ നോക്കൂന്നുള്ള വിശ്വാസത്തിൽ വന്നു. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി രാജീവ് ചോദിക്കുന്നു, എന്ത്, നീ എന്നെക്കാളും നന്നായി നോക്കുവന്നോ? അതിന് നിന്റെ കയ്യിൽ എന്തുണ്ടടാ? 4 വർത്താനം പറഞ്ഞ് എന്റെ മോളെ കൊണ്ട് നീ അവിടുന്ന് പോയി. കണ്ടാൽ തന്നെ ഒരു ഗുണ്ടയെ പോലെ ഉണ്ട്. ബട്ടൺസ് ഒക്കെ അഴിച്ചിട്ട് നടക്കുന്ന നിന്നെ കണ്ടാൽ തന്നെ അറിയാം നീ ഒരു ഗുണ്ടയാണെന്ന്. എനിക്ക് മനസ്സിലായ കാര്യം ഒരു ദിവസം എന്റെ മകൾക്കും മനസ്സിലാകും. പെട്ടെന്ന് തന്നെ എന്റെ മകൾ മനസ്സിലാക്കും നീ ഒരു റൗഡിയാണ്, വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്ന്. അപ്പൊ എന്റെ മകൾ എന്റെ അടുത്തേക്ക് വരും. ഒന്ന് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ചിരിച്ചുകൊണ്ട് സുധീഷ് പറയുകയാണ്, സർ ചുമ്മാ അത് കോമഡി പറയാതെ, സാറിന്റെ മകൾ കോളേജിൽ വെച്ച് ഗോൾഡ് മെഡൽ ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഏതാ നല്ലത് ഏതാ തെറ്റെന്ന് നിങ്ങളുടെ മകൾക്ക് അറിയില്ലേ? അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിങ്ങൾ കണ്ടതല്ലേ? കരഞ്ഞ് അപേക്ഷിച്ചിട്ടും നിധി നിങ്ങളുടെ കൂടെ വന്നില്ലല്ലോ. അപ്പൊ നിധി എന്താ പറഞ്ഞത്? എന്നെ മതിയെന്നല്ലേ? നിങ്ങളുടെ ചോദ്യത്തിനെല്ലാം ഉള്ള ഉത്തരം ഇതാണ്. 21 വർഷമായിട്ട് വളർത്തിയ അച്ഛനെയും അമ്മയും വേണ്ടാന്ന് വെച്ച് അവള് വരണമെങ്കിൽ ഞാൻ അവളെ എത്ര കംഫർട്ടബിൾ ആയിട്ടായിരിക്കും നോക്കുന്നത്? ഇതെല്ലാം ഒന്ന് ആലോചിക്കും സാർ. ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം നിധി എത്ര പ്രാവശ്യം അച്ഛനോട് സംസാരിക്കാനായി വന്നു? ഒരു പ്രാവശ്യമെങ്കിലും നിധി എന്നെ കുറിച്ചോ എന്റെ കുടുംബത്തെ കുറിച്ചോ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറയില്ല. കാരണം അവള് നിങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞതിനെക്കാട്ടിലും സന്തോഷമായിട്ടാണ് എന്റെ വീട്ടിൽ കഴിയുന്നത്. അവൾ ഇനി തിരിച്ച് ആ വീട്ടിലേക്ക് വരില്ല. അങ്ങനെ സ്വപ്നം പോലും കാണണ്ട സാർ. രാജീവ് പറയുന്നു, എടാ നീ അടാ സ്വപ്നം കണ്ടോണ്ടിരിക്കുന്നത്. നീ എന്തിനാണ് അവളുടെ അടുത്ത് നല്ലവനായി നടക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. അവൾ എന്റെ ഒരേ ഒരു മകളാ, എന്റെ സ്വത്തുക്കളുടെ അവകാശി കൂടിയാണ് അവൾ. അതിനുവേണ്ടിയാണ് നീയൊക്കെ അവളുടെ മുന്നിൽ നല്ലവനായി അഭിനയിക്കുന്നത്. നീ ചിന്തിക്കുന്നത് ഒരിക്കലും നടക്കില്ല. ഒരു ദിവസം അവൾ എന്നെ തേടി വരും. സുധീഷ് പറയുകയാണ്, സാർ വീണ്ടും വീണ്ടും തുടങ്ങിയെടുത്ത് തന്നെ വന്ന് നിൽക്കുകയാണല്ലോ. നിധി സർട്ടിഫിക്കറ്റ് വാങ്ങാനായി നിങ്ങളുടെ വീട്ടിലേക്ക് വന്നതല്ലേ? അവളെ അപമാനിച്ച് അവളുടെ സർട്ടിഫിക്കറ്റ് കത്തിച്ചു കളഞ്ഞ് നിങ്ങൾ ടോർച്ചർ ചെയ്തില്ലേ? പിന്നെ എങ്ങനാ നിങ്ങളുടെ അരികിലേക്ക് അവൾ തിരിച്ചു വരിക? ഒരിക്കലും നടക്കില്ല. എന്റെ വീട്ടിൽ അവള് സന്തോഷമായിട്ട് കഴിയുക. നിങ്ങളുടെ സ്വത്തൊക്കെ ആർക്ക് വേണം? പക്ഷെ നിങ്ങൾ പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. നിധി കോർട്ടിലേക്ക് പോയാൽ ആ പകുതി സ്വത്ത് എനിക്കാണല്ലേ? ഇത് കേട്ട് വിരൽ ചൂണ്ടി രാജീവ് പറയുകയാണ്, മിണ്ടാതിരിക്കടാ, നീ ഒരുപാട് ഓവറായി സംസാരിക്കുന്നുണ്ടേ. സുധീഷ് പറയുകയാണ്, ഞാനൊന്നും തെറ്റായി പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ വീട്ടിലെ കാർ ഓടിക്കാനായി വന്ന ഡ്രൈവർ നിങ്ങളുടെ പാതി സ്വത്തിന് അവകാശിയായി മാറും. അതിനും ചാൻസ് ഇല്ലേ സാർ? നിങ്ങൾ കാരണം നിങ്ങളുടെ മകൾ എന്റെ ഭാര്യയായത്. അതിന് സാറിനോട് എനിക്ക് നന്ദിയുണ്ട്. എനിക്ക് നല്ലൊരു പെൺകുട്ടിയെ തന്നെ ഭാര്യയായി കിട്ടിയില്ലേ? ഇത് കേട്ട് രാജീവ് ചോദിക്കുന്നു, എന്താ അവള് നിന്റെ കൂടെ ഉണ്ടെന്നുള്ളതിന്റെ അഹങ്കാരത്തിൽ സംസാരിക്കുകയാണോ? നീ എഴുതി വെച്ചോ, അവൾ എന്റെ മകളാ. അവളെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. അവള് പെട്ടെന്ന് തന്നെ നിന്നെ വലിച്ചെറിഞ്ഞിട്ട് എന്റെ അരികിലേക്ക് ഓടിയെത്തും. ചിരിച്ചുകൊണ്ട് സുധീഷ് ചോദിക്കുകയാണ്, ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാണോ സാറിന്റെ മനസ്സിനെ സമാധാനിപ്പിക്കുന്നത്? എന്തിനാ സാർ ഇങ്ങനെ സ്വയം ആശ്വസിക്കുന്നത്? അവൾ ഒരിക്കലും വരില്ല. ഇനി നിങ്ങളുടെ മകളല്ല അവൾ, എന്റെ ഭാര്യയാണ്, ഈ സുധീഷിന്റെ ഭാര്യ. നിങ്ങൾ തലകുത്താനെ നിന്നാലും അവൾ ഇനി നിങ്ങളുടെ അരികിലേക്ക് വരില്ല. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി രാജീവ് ചോദിക്കുന്നു, കാണോ നിനക്ക്? എടാ, ഇപ്പൊ ഞാൻ വിചാരിച്ച പോലും എന്റെ മകളെ എനിക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റും. ഒരാഴ്ചക്കുള്ളിൽ അവിടെ നിന്റെ ജീവിതത്തിൽ നിന്നും പോയിരിക്കും. കാണോ നിനക്ക്? ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് സുധീഷ് ചോദിക്കാണ്, എന്ത് സാർ ഇത് സിനിമ ഡയലോഗാണോ? ഏത് പടം കണ്ടിട്ടാ വന്നത്? സിനിമയിലൊക്കെ പണം കൊടുത്ത് വിരട്ടാറുണ്ട്, അതേപോലെ പണം തന്ന് എന്റെ മകളുടെ ജീവിതത്തിൽ നിന്നും പോകാനായി പറയുകയാണോ? രാജീവ് ചോദിക്കുന്നു, ഞാൻ എന്തിനാ നിനക്ക് പണം തരുന്നത്? നീ വേസ്റ്റ് ആടാ. ഇപ്പൊ ഞാൻ പറയുക, ഞാൻ പറഞ്ഞതുപോലെ 7 ദിവസത്തിനുള്ളിൽ എന്റെ മകളുടെ ജീവിതത്തിൽ നിന്നും നിന്നെ ഞാൻ വലിച്ചെറിയും. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് സുധീഷ് ചോദിക്കണേ, എന്തിനാ സാർ ഇങ്ങനത്തെ വെല്ലുവിളിയൊക്കെ? കിട്ടിയതൊന്നും പോരെ? വീണ്ടും തോൽക്കണമെന്ന ആഗ്രഹമുണ്ടോ? ഈ പ്രായത്തിൽ ഇനിയൊരു തോൽവി വേണോ? ഞാൻ ഓക്കെ പറഞ്ഞാൽ സാറിനത് നാണക്കേടാകും. രാജീവ് പറയുന്ന, നിർത്തടാ. 7 ദിവസം, ഒരാഴ്ച എന്റെ മകൾ അവളുടെ അച്ഛന്റെ അരികിലേക്ക് തിരിച്ചു വരും. കാണണോ നിനക്ക്? സുധീഷ് പറയുകയാണ്,
ചോദിക്കുകയാണ്, ശരി ഇപ്പൊ എന്താ കാണുമെന്ന് പറയണോ? ശരി കാണാം. നിങ്ങൾ പറയുന്നതാണോ നടക്കാൻ പോകുന്നതാ അതോ ഞാൻ പറയുന്നതാണോ നടക്കുന്നതെന്ന് കാണാം. രാജീവ് പറയുന്നു, ദുഃഖിക്കും, നീ ഒരുപാട് ദുഃഖിക്കും. സുധീഷ് പറയുകയാണ്, സാറിന് ഇറങ്ങാനുള്ള സ്ഥലം എത്തി, സാറിനെ ഇറക്കി വിട്ടിട്ട് ഞാനൊരു സൈഡിലേക്ക് വണ്ടി നിർത്തി ദുഃഖിക്കാം, സാർ ഇറങ്ങ്. അങ്ങനെ സുധീഷ് വണ്ടി നിർത്തുമ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ രാജീവ് സുധീഷിനെ പിടിച്ചു വലിച്ച് വണ്ടിയിൽ നിന്ന് ഇറക്കി ഷട്ടിൽ കുത്തിപ്പിടിച്ച വിരൽ ചൂണ്ടി പറയുന്നു, നിധി നിന്നെ ഇറക്കി വിടുന്ന ആ ദിവസം മുതൽ നീ നരകയാതന അനുഭവിക്കാൻ തുടങ്ങും. അങ്ങനെ സുധീഷിനെ വെല്ലുവിളിച്ച് തള്ളി മാറ്റി രാജീവ് അവിടെ വന്നു പോകുമ്പോൾ പുച്ഛത്തോടുകൂടി ചിരിച്ച് വണ്ടിയിലേക്ക് കയറിയിരുന്ന സുധീഷ് നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത നിധിയോട് സുധീഷ് പറയുകയാണ്, ഇന്ന് ഞാൻ ഒരാളെ കണ്ടായിരുന്നു, അത് ആരാണെന്നറിഞ്ഞാൽ നിധി സർപ്രൈസ് ആയി പോകും. ആരെയാ കണ്ടതെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ഗസ് ചെയ്ത് നോക്ക്, നിധിയുമായി ബന്ധപ്പെട്ട ഒരാളാ. അറിയില്ല, സുധീഷ് എന്നെ പറയാനായി നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, ഞാനൊരു കസ്റ്റമറിനെ പിക്ക് ചെയ്യാൻ പോയില്ലേ, ഒരു ഫ്രണ്ടും കൂടി ഉണ്ടെന്ന് ആ കസ്റ്റമർ പറഞ്ഞു. പിക്ക് ചെയ്യാൻ ചെന്നപ്പോൾ അത് ആരാണെന്നറിയോ? നിധിയുടെ അച്ഛൻ. ഇത് കിട്ടിഞ്ഞിട്ട് ടെൻഷനോട് കൂടി ഇരിക്കുകയാണ് നിധി. സുധീഷ് പറയുകയാണ്, നിധിയുടെ അച്ഛനാ എന്റെ കസ്റ്റമറുടെ ഒപ്പം വണ്ടിയിൽ കയറിയത്. പകുതി വഴിയിൽ വെച്ച് എന്റെ കസ്റ്റമർ ഇറങ്ങി. ഞാനും നിധിയുടെ അച്ഛനും കൂടെ 45 മിനിറ്റ്സ് ട്രാവൽ ചെയ്തു. സത്യമാണ് ഈ പറയുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, സത്യം നിധി ഞാൻ പറയുന്നത്, സംശയമുണ്ടെങ്കിൽ അച്ഛനെ വിളിച്ച് ചോദിച്ചു. നിധി ചോദിക്കുന്നു, അച്ഛൻ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടോ? സുധീഷ് പറയുകയാണ്, തിരുവനന്തപുരത്ത് വരാതെ ഞാൻ എങ്ങനെ അച്ഛനെ വണ്ടിയിൽ കയറ്റുക? വന്നിട്ടുണ്ട്. നിധി ചോദിക്കുന്നു, സുധീഷിനോട് സംസാരിച്ചോ? വഴക്കൊന്നും ഉണ്ടായില്ലേ? സുധീഷ് പറയുന്നു, അച്ഛൻ എന്നെ എന്തൊക്കെയോ പറഞ്ഞു, പക്ഷെ ഞാൻ നിധിയെ കുറിച്ച് ആലോചിച്ച് ഒന്നും മറുപടി പറഞ്ഞില്ല, എല്ലാം കേട്ടുകൊണ്ടിരുന്നു. നിധി പറയുന്നു, സോറി സുധീഷ്. സുധീഷ് പറയുന്നു, ഇയാളുടെ അച്ഛൻ വല്ലാണ്ട് പ്രൊവോക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും ഞാൻ ക്ഷമ വിട്ട് പെരുമാറിയിട്ടില്ല കേട്ടോ. ആ സൂര്യയെ പോലെ ഒരാളെ കൊണ്ട് ഇയാളെ കല്യാണം കഴിപ്പിക്കാൻ നോക്കിയില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് വരെ പറഞ്ഞു നോക്കി. എന്നെ തല്ലിയില്ലാന്നേ ഉള്ളൂ. എങ്ങനെയെങ്കിലും സംസാരിച്ച് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ ഒരു വാക്ക് പറയാൻ നിധിയുടെ അച്ഛൻ സമ്മതിച്ചില്ല. എന്റെ ഒരുപാട് വഴക്ക് പറഞ്ഞു. പക്ഷെ ഞാൻ നിധിയുടെ അച്ഛനെ എതിർത്ത് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. എല്ലാം കേട്ട് മിണ്ടാതിരുന്നു. നിധി ചോദിക്കുന്നു, അച്ഛൻ എന്തിനാ സുധീഷിന്റെ വണ്ടി കയറിയത്? തിരുവനന്തപുരത്ത് വേറെ വണ്ടിയൊന്നുമില്ലേ? സുധീഷ് പറയുകയാണ്, ഇതിനെ വിധി എന്ന് പറയുന്നത്. എവിടെ കൊണ്ടുവിടണമെന്ന് പറഞ്ഞോ അവിടെ ഞാൻ കൊണ്ടുവിട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിരുന്നെങ്കിൽ അച്ഛൻ എല്ലാം മനസ്സിലായേനെ. പക്ഷെ നിധിയുടെ അച്ഛൻ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടാ ഇവിടെ വരെ വന്നത്. നിധി പറയുന്നു, സോറി സുധീഷ്. സുധീഷ് പറയുകയാണ്, സാരമില്ല, അത് വിട്ടേര്. ഇങ്ങനെ വേറെ ആരെങ്കിലും ആണ് പറഞ്ഞിരുന്നുവെങ്കിൽ അടിച്ച് പല്ല് താഴെ ഇട്ടേനെ ഞാൻ. പക്ഷെ നിധിയുടെ അച്ഛനായി പോയില്ലേ, അതുകൊണ്ട് ബഹുമാനം കൊടുത്ത് ദേഷ്യപ്പെട്ട് ഞാൻ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. എങ്ങനെ എനിക്ക് ഇത്രയും ക്ഷമ വന്നെന്നറിയില്ല. നിധിക്ക് അച്ഛനെ കാണണോ? നിധി പറയുകയാണ്, വേണ്ട സുധീഷ്, അച്ഛൻ എന്നെ കാണുന്നത് ഇഷ്ടമല്ലല്ലോ, പിന്നെന്തിനാ ഞാൻ പോയി കാണുന്നത്? സുധീഷ് പറയുകയാണ്, കാണണമെങ്കിൽ നിധി പറഞ്ഞാൽ മതി, നിധിക്ക് വേണ്ടി ഞാൻ അച്ഛന്റെ കാല് പിടിക്കാം. നിധി പറയുകയാണ്, വേണ്ട സുധീഷ്, അങ്ങനെ ഒന്നും ചെയ്യണ്ട. വീണ്ടും വണ്ടി ഓടിക്കാൻ വിളിച്ചാൽ സുധീഷ് പോകരുത്. ആവശ്യമില്ലാതെ സുധീഷ് എന്തിനാ അച്ഛന്റെ വായിലിരിക്കുന്നത് കേൾക്കുന്നത്? സുധീഷ് പറയുകയാണ്, നിധിയുടെ അച്ഛനല്ലേ അത്? നിധിയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്റെയും കൂടി അച്ഛനല്ലേ? നിധി എന്റെ വീട്ടിലുള്ളവരോടൊക്കെ എന്ത് സ്നേഹത്തോടു കൂടിയാ പെരുമാറുന്നത്. അതില് കുറച്ചെങ്കിലും ഞാൻ നിധിയുടെ വീട്ടിലുള്ളവരോടും കാണിക്കണ്ടേ? നിധിയുടെ അച്ഛൻ എന്നെ പറഞ്ഞതിലൊന്നും എനിക്ക് ഒരു വിഷമവും ഇല്ല. ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തതേ ഉള്ളൂ. എന്റെ മനസ്സിന് അല്പം വിഷമമുണ്ട്, പക്ഷെ സാരമില്ല, നിധിക്ക് വേണ്ടിയല്ലേ. ശരി നിധി, ഞാൻ വെക്കട്ടെ. ഇത് കിട്ടാൻ നിധി മൂളുമ്പോൾ ഫോൺ കട്ട് ചെയ്ത് സുധീഷ് പറയുകയാണ്, സിമ്പതി വേ വർക്കൗട്ട് ആകുമെന്ന് നോക്കാം. നിധി പറയുകയാണ്, പാവം, എനിക്ക് വേണ്ടി സുധീഷ് ഒരുപാട് വഴക്ക് കേട്ടു. തുടർന്ന് ഹരീഷിന്റെ വർക്ക്ഷോപ്പിലേക്ക് വന്ന സുധീഷ് നിധിയുടെ അച്ഛനെ കണ്ട കാര്യം പറയുകയാണ്. ഇത് കിട്ട് ഹരീഷ് ഞെട്ടി നിൽക്കുമ്പോൾ സുധീഷ് നടന്ന കാര്യങ്ങളെല്ലാം ഹരീഷിനോട് പറയുന്നു. ഹരീഷ് പറയുന്നു, സുധീഷ് ഏട്ടൻ അയാളെ ഇളക്കി വിടണ്ടായിരുന്നു. സുധീഷ് പറയുകയാണ്, അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട്, പക്ഷെ അയാള് അവസാനമായി ഒരു കാര്യം പറഞ്ഞു, അതെന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. നിധിയെ എന്നിൽ നിന്നും പിരിച്ച് അയാളുടെ മകളായി കൂട്ടിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അതേടാ, അങ്ങനെ പറഞ്ഞ് എന്നെ വെല്ലുവിളിച്ചാ പോയത്. ഞാൻ വിചാരിച്ചാൽ 7 ദിവസത്തിനുള്ളിൽ നിധിയെ നിന്നിൽ നിന്നും പിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അയാൾ പറഞ്ഞത്. ഹരീഷ് ചോദിക്കുന്നു, നിങ്ങളുടെ കല്യാണത്തെ പറ്റി ഏട്ടത്തിയുടെ അച്ഛനൊന്നും അറിയില്ലേ? സുധീഷ് പറയുകയാണ്, നിധിയുടെ അച്ഛനൊന്നും അറിയത്തില്ല, ഇത് ഒറിജിനൽ കല്യാണമാണെന്നാ വിചാരിച്ചിരിക്കുന്നത്. ചിരിച്ചുകൊണ്ട് ഹരീഷ് പറയുകയാണ്, അതറിഞ്ഞാൽ മതിയല്ലോ, അതോടുകൂടി എല്ലാം അവസാനിക്കില്ലേ? അതിനുവേണ്ടിയാണോ ഏട്ടത്തിയുടെ അച്ഛൻ വെല്ലുവിളിച്ചിരിക്കുന്നത്? എന്ത് ധൈര്യത്തിലാ ഏട്ടത്തിയുടെ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞത്? സുധീഷ് പറയുകയാണ്, അയാൾ പറഞ്ഞതിനെല്ലാം നല്ല മറുപടി ഞാനും കൊടുത്തിട്ടുണ്ട്. പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. ഹരീഷ് ചോദിക്കുന്നു, ഏട്ടത്തി പോകുമെന്നുള്ള ഭയമാണോ? സുധീഷ് പറയുകയാണ്, അതിനും ചാൻസ് ഉണ്ടല്ലോ. അയാൾ എന്ത് ചെയ്യാനാ ഉദ്ദേശിച്ചിരിക്കുന്നത്? അയാളുടെ നാടകമൊന്നും നിധി വിശ്വസിക്കില്ല. നിധിക്ക് അയാളുടെ അടുത്തുനിന്ന് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, പിന്നെന്തിനാ സുധീഷേട്ടൻ ഭയക്കുന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അതല്ലടാ, 7 ദിവസത്തിനുള്ളിൽ എന്നിൽ നിന്നും നിധിയെ പിരിച്ചു കൊണ്ടുപോകുന്നൊക്കെ പറയുമ്പോൾ ഒരു വല്ലാത്ത വിഷമം. എന്തായാലും അയാൾ പറയുന്നതൊന്നും ഞാൻ കേട്ടിരുന്നില്ല, കൃത്യമായിട്ട് തന്നെ മറുപടി കൊടുത്തു. അതുകൊണ്ട് തന്നെ മനസ്സിനൊരു സമാധാനമുണ്ട്. തുടർന്ന് കാറിൽ കിളിക്കൂട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് രാജീവ്. അരുണിനെ വിളിച്ച് വഴി ചോദിക്കുന്നുണ്ട്. ജംഗ്ഷനിലേക്ക് വന്ന രാജീവ് അവിടെയുള്ള ഒരു കടയിൽ വഴി ചോദിക്കുമ്പോൾ ആ വഴി വന്ന സുഭാഷ് ഇത് കാണുകയും സുഭാഷിനെ കണ്ട് രാജീവ് അരികിലേക്ക് വരികയുമാണ്. സുഭാഷ് പറയുന്നു, നമസ്കാരം സർ, നിധിയുടെ അച്ഛനല്ലേ? അതേന്ന് രാജീവ് പറയുമ്പോൾ സുഭാഷ് ചോദിക്കാണ്, സാറിന്
സുഖമാണോ? രാജീവ് പറയുകയാണ്, സുഖമാ, ഞാൻ നിധിയെ കാണാൻ വേണ്ടി വന്നതാ, വീട് അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വഴി ചോദിക്കുകയായിരുന്നു. സുഭാഷ് പറയുന്നു, അങ്ങനെയാണോ? നിധി വീട്ടിലുണ്ട്, നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാം, വാ സാർ എന്ന് പറഞ്ഞ് സുഭാഷ് അവരെയും കൂട്ടി കിളിക്കൂട്ടിലേക്ക് പോവുകയാണ്. തുടർന്ന് കിളിക്കൂട്ടിലേക്ക് വന്ന രാജീവ് കാണുകയാണ് പുറത്തിരിക്കുന്ന ഭാസ്കരന്റെ മുന്നിലിരിക്കുന്ന മദ്യക്കുപ്പി നോക്കി നിൽക്കുന്ന രാജീവിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് സുഭാഷ് ഓടിച്ചെന്ന് അതെല്ലാം എടുത്ത് മാറ്റി വെക്കുകയാണ്. ഭാസ്കരൻ സുഭാഷിനെ വഴക്ക് പറയുന്നുണ്ട്. തുടർന്ന് സുഭാഷ് പറയുന്നു, സർ തെറ്റിദ്ധരിക്കല്ലേ, ഞങ്ങളുടെ അച്ഛനാ, ഞാൻ നിധിയെ വിളിക്കാം. നിധി, ഇത് ആരാ വന്നിരിക്കുന്നതെന്ന് നോക്ക്. നിധി ഉറക്കെ പറയുന്നു, ദാ വരുന്നു സുഭാഷ് ഏട്ടാ. രാജീവ് ചുറ്റും നോക്കുകയാണ്. വീടിയും മരിച്ചു വരുന്ന ഭാസ്കരൻ ചോദിക്കുന്നു, വേണോ? അച്ഛൻ എന്തേ ചെയ്യുന്നതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ പുഞ്ചിരിച്ച രാജീവ് പറയുകയാണ്, വേണ്ട സർ, അച്ഛൻ അങ്ങനെയാ, തെറ്റിദ്ധരിക്കല്ലേ. നിധി ഇപ്പൊ വരും, ഞാൻ സാറിന്റെ മുന്നിലേക്ക് നിൽക്കാം. നിധി വന്നാൽ ഉടനെ മാറാം, നിധിക്കതൊരു സർപ്രൈസ് ആകും. അങ്ങനെ രാജീവിന്റെ മുന്നിലേക്ക് കയറി നിന്ന് നിധി എന്ന് ഉറക്കെ വിളിക്കുകയാണ് സുഭാഷ്. നിധിയും നികേഷും പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. പുഞ്ചിരിച്ച് സുഭാഷ് മുന്നിൽ നിന്നും മാറുമ്പോൾ രാജീവിനെ കണ്ട് ഞെട്ടി വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് നിധി. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്